ഇത് ഫോറൻസിക് ടീമിന് അയച്ചേക്ക്. യെസ് സാർ. ആംബുലൻസിന് ഫോൺ ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്യും. ഓക്കെ സാർ. പിങ്കി. യെസ് സർ. മാഡത്തിനെ താഴേക്ക് വിളിച്ചോണ്ട് പോ, ഇവരുടെ മൊഴിയെടുക്കണം. ഓക്കെ സർ. കൊടു. മാഡം, സംഭവിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഞങ്ങളോട് പറയണം. പറഞ്ഞോളൂ. ജയേഷ് എപ്പോൾ നോക്കിയാലും കഞ്ചാവ് അടിക്കുമായിരുന്നു. മഹേഷ് സ്വന്തം ബിസിനസിന്റെ കാര്യത്തിൽ പലപ്പോഴും പുറത്തായിരിക്കും. എന്താടോ? അല്ല, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തോണ്ടോ? ആ ശരി ശരി, എല്ലാം കൃത്യമായി കൊണ്ടുപോയി കൊടുക്കുക. ഓക്കെ ബൈ ബൈ. ആ ശരി, കിടക്ക. കയ്യിൽ കാശുണ്ടോ? ഞാൻ ഇവിടെയാണല്ലോ വെച്ചത്, കാണുന്നില്ലല്ലോ. ഷോ, ഇവിടെ നോക്കട്ടെ. ഇവിടെയും കാണുന്നില്ല. മഹേഷ്, മഹേഷ്, എന്താ വിളിച്ചേ? എന്റെ റിങ് എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഏത് റിങ്? എന്റെ ഗോൾഡിന്റെ റിങ്, അതാണ് ഞാൻ ചോദിച്ചത്. അത് ഇവിടെ തന്നെ കാണും. ഇല്ലെന്ന് ഞാൻ കൊറേ അന്വേഷിച്ചു, എത്ര സ്ഥലത്ത് അന്വേഷിച്ചെന്ന് അറിയാം, പക്ഷെ എനിക്കത് കിട്ടിയില്ല. അല്ല, നീ ഇവിടേക്ക് ശരിക്കും നോക്കിയോ? ആ ജേഷേ, ജേഷേ, ആ ചേട്ടാ ദാ വരുന്നു. എന്താ എന്താ ചേട്ടാ? ഇവിടെ നിന്ന് നീ എന്തെങ്കിലും എടുത്തോ? ഇല്ല ചേട്ടാ, ഞാൻ ഇവിടെ നിന്ന് ഒരു റിങ്ങും എടുത്തിട്ടില്ല. റിങ്ങിന്റെ കാര്യത്തെ പറ്റി ഞാൻ നിന്നോട് ചോദിച്ച പോലും ഇല്ലല്ലോ. പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി ഞങ്ങൾ റിങ്ങിന്റെ കാര്യം സംസാരിച്ചതെന്ന്? റിങ് എവിടെടാ? ചോദിച്ചിട്ടില്ല റിങ് എവിടാന്ന്? അത് ചേട്ടാ, അത് ഞാൻ പിന്നെ മയക്കുമരുന്ന് നീ ഇത്ര അടിമയായി പോയല്ലോ. ഇപ്പോ വീട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മര്യാദയ്ക്ക് നീ നിന്റെ റൂമിലേക്ക് പോ. മനസി, ഞാൻ ഒരു മാസത്തേക്ക് ഔട്ട് ഓഫ് സ്റ്റേഷൻ പോവുകയാണ്. ഓഫീസിൽ പ്രധാനപ്പെട്ട മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്.
ഞാൻ ആലോചിക്കുന്നത് ഞാൻ വന്നതിന് ശേഷം ജയേഷിനെ റീഹാബ് സെന്ററിലേക്ക് വിടാവുന്നതാണ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ കൊണ്ടാക്കുന്നത് നല്ലത് മഹേഷ്. ഇപ്പോഴേ അവൻ വീട്ടിൽ നിന്ന് ഓരോന്നെടുത്ത് വിൽക്കാൻ തുടങ്ങി. പക്ഷേ അതിനിപ്പോൾ എൻ്റെ അടുത്ത് ഒട്ടും സമയമില്ല മനസ്സി. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഈ ജോലി ചെയ്തേക്കാം, ഉറപ്പ്. എന്നാ ശരി. ദാ എല്ലാ പാക്കിങ്ങും റെഡിയായി. താങ്ക് യു. വരട്ടെ, ഇറങ്ങാൻ സമയമായി. നീ നിന്നെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ജയേഷ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നീ പെട്ടെന്ന് തന്നെ കോൾ ചെയ്യണം, കേട്ടല്ലോ? ചേട്ടാ, ക്യാബ് വന്നിട്ടുണ്ട്. നീ ചെല്ലേ. ചേട്ടാ, ബാഗ് ഞാൻ എടുത്തോളാം. ജയേഷ് ചേട്ടാ, ചേട്ടത്തേക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ശരി ചേട്ടാ. നിന്നെക്കുറിച്ച് ഒരു കുറ്റം പോലും ഞാൻ കേൾക്കാൻ പാടില്ല. ശരി ചേട്ടാ, കേട്ടല്ലോ? ശരി, ഇന്നലെ ഇറങ്ങട്ടെ. വിളിക്കാൻ മറക്കണ്ട. ശരി. എന്ത് തന്നെ ആയാലും കോൾ ചെയ്യണം. വേഗം വരണം കേട്ടോ. ആദ്യം ഞാനവിടെ എത്തട്ടെ. നോക്ക്, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അവിടെ ചെന്നിട്ട് കോൾ ചെയ്യാം. ശരി. ബൈ ചേട്ടാ. ഹായ് ഏട്ടത്തി. ഹായ്. അത് പിന്നെ ഏട്ടത്തി, എനിക്ക് ഏട്ടത്തിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഓ, വീണ്ടും പണം വേണമായിരിക്കും. അല്ല ഏട്ടത്തി, ഇത് പൈസയുടെ കാര്യമല്ല, വേറൊരു കാര്യം പറയാനായിരുന്നു. എന്താന്ന് പറ. അത് പിന്നെ ഏട്ടത്തി, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഏട്ടത്തി. ഐ റിയലി ലൈക്ക് യു ഏട്ടത്തി. ഐ ലവ് യു. ജയേഷ്, എന്ത് വട്ടാണിത്? മോളോട് ഷേപ്പ് മാറ്റി ഞാൻ. നിന്റെ ചേട്ടൻ ഇങ്ങോട്ടൊന്ന് വരട്ടെ. ഈ കാണിച്ചതല്ലേ ഞാൻ ചേട്ടനോട് പറയും. വേണ്ടെടുത്തി, ഏട്ടനോട് ഈ കാര്യങ്ങളൊന്നും പറയല്ലേ പ്ലീസ്. ഏട്ടത്തി പ്ലീസ്, ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് സത്യ. എന്നോട് ക്ഷമിക്കേട്ടത്തി. ഏട്ടനോട് ഈ കാര്യം പറയല്ലേ പ്ലീസ്. ഇനി മേലെങ്ങനെ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ, പോയിക്ക് അപ്പുറത്തെങ്ങാനും. ശരി ഏട്ടത്തി. ഏട്ടത്തി, എന്താ? ഇതൊന്ന് നോക്കിയേ. എന്താന്നല്ലേ ചോദിച്ചത്? ആദ്യം ഇതൊന്ന് നോക്ക്.
ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? ഇങ്ങോട്ട് തന്നെ, ഇപ്പൊ തന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. പറഞ്ഞ ഇനി ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കും കേട്ടോ. നീ എന്ത് കുന്തം വേണമെങ്കിലും ചെയ്തോ, നീ പറയുന്നതൊന്നും ഞാൻ അനുസരിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ നിന്റെ ചേട്ടനെ വിളിച്ച് പറയാൻ പോവാ. എടാ വിടാനാ പറഞ്ഞ, വിടാൻ. എടാ വിടാൻ, മര്യാദക്ക് എന്നെ വിട. മോറ് നിന്നോട് വിടാന്ന് പറഞ്ഞ. എടാ നിന്നെ ഞാൻ ജയേഷ് വിട്. എടാ വിടാൻ, എന്നെ വിട്. വിടറാ. ആകാശ്, താനിവിടെ നിൽക്ക്. എന്നാ വേഗം സ്ഥലം വിട്. ബായ്, ഞാൻ ഇവിടെ നിന്ന് വിളിച്ചോട്ടെ. മര്യാദക്ക് പോടാ പോടാ. എവിടെ ചരക്കതാ? നീ കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? അത് ഞാൻ പൈസ പിന്നെ കൊണ്ടുതരാം. അതൊന്നും പറ്റില്ല. സ്ഥലം വിട്, സ്ഥലം വിട്. ഹലോ, ആ ഇന്ന് രാത്രി തന്നെ ഡെലിവറി ആവും പറഞ്ഞേക്കെ. ബായ്, കാശിന് വേറെ ഇത് വെച്ചോളൂ. ഇതുപോലുള്ള 50 ഫോൺ എൻ്റെ അടുത്തുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? മര്യാദക്ക് വെക്കോ. ബായ്, ഞാൻ ഈ സാധനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഏതായി പെണ്ണ്? അതെന്റെ ഏട്ടത്തിയാ. ഇവളെ കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ബായ്, അവളെ കൊണ്ട് എല്ലാ പ്രയോജനം ഉണ്ടാവും. അടിപൊളിയാ. കാര്യമായിട്ടാണോ? കാര്യമായിട്ട് തന്നെ. എന്നെ വിശ്വസിക്കേ. പിന്നെ ഇത് പ്രശ്നമായി മാറുമോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പ്രോമിസ്. എങ്കിൽ ശരി, കുഴപ്പമില്ല. നിനക്ക് ആവശ്യമുള്ളത് തരാം. പക്ഷെ എനിക്ക് ഈ പെണ്ണ് തന്നെ വേണം. പ്രോമിസ് ആയിട്ട് പറയാ, ഇതിനെ തന്നെ കിട്ടും. ചരക്ക്. എന്നാ താൻ അവിടെ പോയി നിന്ന് കേട്ട്, ഞാൻ വന്നോളാം. ഓക്കെ ബൈ. ഓക്കെ.
എടോ എഴുന്നേക്ക് പോവാ. എടാ ഷൂ മറന്നു, അതിട്ടോണ്ട് വാ. இங்க இருக்கா? നിർത്ത്. അതാണ് വീട്. അത് തന്നെ. നിങ്ങൾ അങ്ങോട്ടിരിക്കേ, ഞാൻ ഏട്ടത്തിയോട് ചെന്നിട്ടേ റെഡിയാകാൻ പറയാം. ജയേഷ്, അന്ന് നീ ഒരു മരുന്ന് തന്നല്ലേ, ആ മരുന്ന് എനിക്ക് ഉടനെ വേണം. പ്ലീസ് പ്ലീസ്. എനിക്ക് വായ് ക്ഷമ, അവള് റെഡിയാ. മഹേഷ്, ഹലോ. നിങ്ങൾക്ക് സുഖാണോ? കുഴപ്പമില്ല. നിനക്ക് സുഖമാണോ? കുഴപ്പമില്ല. അല്ല, നിങ്ങൾ ഇനി എന്നോ ഇങ്ങോട്ട് വരിക? ഞാൻ വരാൻ കുറച്ച് ദിവസമാകും. എന്തുപറ്റി പറയേ? അല്ല, നിങ്ങളിങ്ങനെ വേഗം ഇങ്ങോട്ട് വന്നിരുന്നെങ്കില്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ജയേഷിനെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടായോ? ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ വന്നാൽ നന്നായേനെ. ശരി, ഞാൻ ആവുന്നത് ശ്രമിക്കാം. ഓക്കേ, ശരി. നന്നായിരിക്കണം കേട്ടോ.
മാനസി നീ മാഡം, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കുണ്ടായ ഈ അനുഭവം വളരെ ഭീകരമാണ്. നിങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. അതിന് ഈ കേസിന്റെ അന്വേഷണത്തിന് നിങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരിക്കണം.